വഴുതനങ്ങ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കറി ഉണ്ടാക്കി എല്ലാവർക്കും ഭയങ്കര പിടിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഈ ഒരു തരത്തിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ സൂപ്പറായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ വളരെ ഈസിയാണ്, ടൈമും അത്രയേ വേണ്ടിയുള്ളൂ. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കും. ഇപ്പോൾ നമുക്ക് വീട്ടിൽ കറിയൊന്നും ഉണ്ടാക്കാൻ ടൈമില്ല, പെട്ടെന്നൊരു കറി വേണമെന്നുണ്ടെങ്കിൽ വഴുതനങ്ങ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള സമയം ലാഭിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഞാനിവിടെ വഴുതനങ്ങ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിയിൽ തന്നെ കട്ട് ചെയ്യണം, കാരണം അല്ലെങ്കിൽ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകും. സോ കട്ടിയിൽ തന്നെ ചെയ്തെടുക്കുക. മുറിച്ച പാടെ തന്നെ നമ്മൾ അതിന് ഉപ്പും മുളകൊക്കെ പുരട്ടി വെക്കണം, ഇല്ലെങ്കിൽ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ നമ്മൾ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ മുളക് പൊടി, കുറച്ച് എരിവുള്ള മുളക് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ മസാലയെല്ലാം എല്ലാ ഭാഗത്തേക്ക് ആകുന്ന വിധത്തിലേക്ക് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക. കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാനും ചെയ്യുന്ന പോലെ തന്നെ ഇതും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. നമ്മളിത് മസാല പുരട്ടിയതിന് ശേഷം കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കുക. ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാം എണ്ണയിലേക്ക് കലങ്ങിപ്പോവും. ഇനി നമുക്കിതിലേക്ക് വേണ്ട നല്ല കട്ട തൈരാണ്. ഇനി നമ്മൾ കറീൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് നമുക്കിതിൽ വെള്ളം കൂട്ടിയും കുറച്ചും എടുക്കാം. കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കാം, അല്ലാത്തവർക്ക് കുറച്ച്, അതായത് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി വെക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ ഉപ്പിടണ്ട, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഒരുപാടായിപ്പോവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മളത് മാറ്റി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ്. മസാല പുരട്ടി വെച്ചിട്ടുള്ള വഴുതനങ്ങ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതൊരു ബംഗാളി റെസിപ്പിയാണ്. അപ്പോൾ അതിൽ അവർ എടുക്കുന്നത് കടുകെണ്ണയാണ്. പിന്നെ നമുക്ക് നല്ലെണ്ണയിൽ ചെയ്യുന്നവരും ഉണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ടേസ്റ്റായ വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ ഇത് ഞാൻ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അധികം മുരിച്ചെടുക്കണ്ട, അധികം മുരിഞ്ഞ് കയ്പ്പ് രസം വന്നു പോകും നമ്മൾ കരിഞ്ഞു കഴിഞ്ഞാൽ. സോ ഓരോ ഭാഗവും ആവശ്യത്തിനുള്ള വേവായി കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 പാനിലാണ് ചെയ്യുന്നത്, കാരണം ഒരു പാനിൽ വലിയ പീസായതുകൊണ്ട് ഫില്ലായതുകൊണ്ട് ഞാൻ വേറൊരു പാനും കൂടി എടുത്തിട്ട് അതിൻ്റെ കൂടെ ഫ്രൈ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് കളർ ചേഞ്ച് വന്നത്. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഇനി ഇത് നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. വേറെ കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് താളിച്ചിടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഒന്ന് എല്ലാ ഭാഗത്തേക്കും തൈരാവുന്ന വിധത്തിൽ മിക്സാക്കി എടുക്കുക. ഇനി നമുക്കൊന്ന് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും പിന്നെ കുറച്ച് ചെറിയുള്ളി, ഒരു 5-8 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കായപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചേർക്കുന്നില്ല, വേണമെങ്കിലും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് ചെയ്യുന്നത് കുറച്ച് മുളക് പൊടി, അതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്, എരിവിനല്ല. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഈ തൈരിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കറീൻ്റെ പ്രിപ്പറേഷൻ. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഒരു പപ്പടമോ അല്ലെങ്കിൽ ഒരു പൊരിച്ച മീനോ അല്ലെങ്കിൽ ഇനി ഒരു കൊണ്ടാട്ടോ എന്തെങ്കിലും, ഈ ഇത്രയും കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നുണ്ടായാൽ തന്നെ അസലായിട്ടുള്ളൊരു ഊണ് കഴിക്കാം. ഞാനിവിടെ തൈര് കറീൻ്റെ കൂടെ മത്തി പൊരിച്ചതുമാണ് കൂട്ടി കഴിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, വെറുതെ പറയുന്നതല്ല, ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കണം. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള റെസിപ്പിയായിട്ട് വീണ്ടും വരാം.